നമ്മുടെ റൂഫിൽ ഈ കമ്പിയിൽ ചെറിയ രീതിക്ക് പെയിന്റ് ഇളകിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ഡോട്ട് പോലെ ഒന്ന് രണ്ട് സ്ഥലത്തെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ അത് ശ്രദ്ധിക്കാതെ വിട്ടാൽ തുരുമ്പ് കയറി മൊത്തത്തിൽ പണിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പെയിന്റ് അടിക്കാനായിട്ട് തുടങ്ങിയ പണിയാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോണ്ടാ ഇനിയിപ്പോ എന്തിനാ ഈ സ്റ്റെപ്പായിട്ട് വിടണ, അതിലും ഒന്ന് അടിക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിലടിച്ച പെയിന്റ് കുറച്ച് ബാക്കി വന്നപ്പോ ഫ്രണ്ടിലുള്ള ഗ്രില്ലിലും അടിച്ചു. അതും ചെയ്തപ്പോഴാണ് വീട്ടിലിങ്ങനെ ചെറിയ രീതിക്ക് പാസാറ് എന്ന് പറഞ്ഞാൽ അറിയണ്ടാവുമല്ലോ, നമ്മളിവിടെ പായല്ലേ പറയാറുള്ളത്, പാസാറ് എന്നാണ്. മൊത്തത്തിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടൊന്നും കാണില്ല എന്നുണ്ടെങ്കിലും താഴെ താണ്ടില് മരത്തിന്റെ ഷെയ്ഡ് വരുന്നവിടെയും അതേപോലെ തന്നെ ഈ ടെറസിന്റെ സൈഡിലും മതിലും എല്ലാം നല്ല രീതിക്ക് തന്നെ പാസാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞ് വീടിനെ മൊത്തത്തിലൊന്ന് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കാന്ന് വിചാരിച്ചു. ഓണമൊക്കെ അല്ലേ വരുന്നത്. അങ്ങനെ വീടിനെ കുളിപ്പിച്ച് സുന്ദരനാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അടുത്ത പ്ലാന് വന്നത്. മോൾ ഭാഗത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ല, പക്ഷെ താഴെ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ പെയിന്റ് പൊള്ളിച്ച് നിൽക്കുന്നുണ്ട്, കൂടാതെ മതിലും. എന്നാ പിന്നെ പുറം ഭാഗം മാത്രമായിട്ടൊന്ന് പെയിന്റ് അടിച്ചാലോന്ന്. എന്താലേ ഒരു ദിവസം നമ്മൾ ആ റൂഫിൽ പെയിന്റ് അടിക്കാനായിട്ട് തുടങ്ങിയ പണിയാ. ഓരോന്നോരോന്നായിട്ട് കണ്ടില്ലേ പ്ലാന് പോയ പോക്ക്. അല്ല, റൂഫിൽ പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചതും പിന്നെ പെട്ടെന്നുള്ള ഈ പ്ലാന് മാറ്റിയതും എല്ലാം നമ്മൾ തന്നെയാണല്ലോ. അങ്ങനെ പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഓരോന്ന് തീരുമാനിച്ച് പരിപാടി നടത്തണ്ടാന്ന് മോളിലിരിക്കുന്ന ആളങ്ങോട്ട് തീരുമാനിച്ചു. കഴുകി കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ മഴയാ. പുറത്ത് പെയിന്റ് അടിക്കാനൊന്നും നമ്മൾ ആരായി. ഓണത്തിന് മുമ്പ് സുന്ദരക്കുട്ടപ്പനാക്കാന്നാ വിചാരിച്ചേ. ഇനിയിപ്പോ എന്തായാലും ഓണം കഴിഞ്ഞാലേ നടക്കൂ.